ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ PYQ സീരീസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടിന്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്? ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. അപ്പോൾ രാജ്യസമാചാരത്തെക്കുറിച്ച് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1847 ജൂൺ തലശ്ശേരി ഇല്ലിക്കുന്ന് പ്രസ്സിൽ വെച്ചാണ്. പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1847 ജൂണിലാണ്. തലശ്ശേരി ഇല്ലിക്കുന്ന് പ്രസ്സിൽ വെച്ചിട്ടാണ്. രാജ്യസമാചാരം ആരംഭിച്ച വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടർട്ട്, ജർമ്മനിക്കാരനാണ്. രാജ്യസമാചാരം ആരംഭിച്ച വ്യക്തി ഹെർമൻ ഗുണ്ടർട്ട്. പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1847 ജൂണിലാണ്. പ്രസ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സാണ്. പ്രസിദ്ധീകരണം അവസാനിച്ചത് 1850 ഡിസംബറിലാണ്. രാജ്യസമാചാരത്തിൻ്റെ പ്രസിദ്ധീകരണം അവസാനിച്ചത് 1850 ഡിസംബറിലാണ്. ആദ്യം പ്രസിദ്ധീകരിച്ച ലക്കങ്ങൾ 42 എണ്ണമാണ്. 42. അടുത്ത പോയിന്റ്, രാജ്യസമാചാരത്തിന് മുമ്പ് ഇല്ലിക്കുന്നിൽ നിന്നും ഗുണ്ടർട്ട് സ്ഥാപിച്ച ലിത്തോഗ്രാഫ് അച്ചുകൂടത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക മലയാള പഞ്ചാംഗമാണ്. രാജ്യസമാചാരത്തിന് മുമ്പ് ഇല്ലിക്കുന്നിൽ നിന്നും ഗുണ്ടർട്ട് സ്ഥാപിച്ച ലിത്തോഗ്രാഫ് അച്ചുകൂടത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക മലയാള പഞ്ചാംഗം. അടുത്ത പോയിന്റ്, രാജ്യസമാചാരത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്ന കൈകൊണ്ടെഴുതിയ കല്ലച്ചുകൾ തയ്യാറാക്കിയ തമിഴ് ക്രിസ്ത്യാനിയാണ് D. കണ്ണിയൻകടു. രാജ്യസമാചാരത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്ന കൈകൊണ്ടെഴുതിയ കല്ലച്ചുകൾ തയ്യാറാക്കിയ തമിഴ് ക്രിസ്ത്യാനിയാണ് D. കണ്ണിയൻകടു. അടുത്ത ചോദ്യം, തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് നോക്കാം. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മറ്റൊരു പേരാണ് തുലാം 10 സമരം. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മറ്റൊരു പേരാണ് തുലാം 10 സമരം. പ്രക്ഷോഭം ആരംഭിച്ചത് 1946 ഒക്ടോബർ 24 പുന്നപ്ര വയലാർ സമരം പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ് 1946 ഒക്ടോബർ 24 സമരം അരങ്ങേറിയ ജില്ല ആലപ്പുഴ. ആലപ്പുഴയാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രിയാണ് ആര്? VS അച്യുതാനന്ദൻ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന നേതാവാണ് CK കുമാരപണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന നേതാവാണ് ആര്? CK കുമാരപണിക്കർ. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിലെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെയാണ് സമരം നടന്നത്. തിരുവിതാംകൂറിലെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെയാണ് സമരം നടന്നത്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിലെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടപ്പാക്കിയ ദിവാനാണ് ആര്? CP രാമസ്വാമി അയ്യർ. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? തുലാം 10 സമരം. പ്രക്ഷോഭം ആരംഭിച്ചത് 1946 ഒക്ടോബർ 24 പുന്നപ്ര വയലാർ സമരം പ്രക്ഷോഭം ആരംഭിച്ചത് 1946 ഒക്ടോബർ 24 സമരം അരങ്ങേറിയ ജില്ല ആലപ്പുഴ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന നേതാവാണ് CK കുമാരപണിക്കർ. തിരുവിതാംകൂറിലെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെയാണ് സമരം നടന്നത്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടപ്പാക്കിയ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ആര്? CP രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ആദ്യത്തെ പോയിന്റ്, മലബാർ കൂർഗ് മേഖലകളിൽ ബ്രിട്ടീഷ് അധികാരം ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടായത്. മലബാർ കൂർഗ് മേഖലകളിൽ ബ്രിട്ടീഷ് അധികാരം ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖലയാണ് മലബാർ. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് റെസിഡൻറ്റുമാരിലൂടെ പരോക്ഷമായ ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങളാണ് കൊച്ചി, തിരുവിതാംകൂർ.
കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാറാണ്. പരോക്ഷമായ ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങളാണ് കൊച്ചി, തിരുവിതാംകൂർ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അത് 1697. കേരളത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഇത് തന്നെയാണ്, അഞ്ചുതെങ്ങ് കലാപം തന്നെയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അത് 1721. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ, കൂർഗ് മേഖലകളിൽ ബ്രിട്ടീഷ് അധികാരം ലഭിച്ച ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാറാണ്. പക്ഷേ ബ്രിട്ടീഷ് റെസിഡന്റുമാരിലൂടെ പരോക്ഷമായ ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങളാണ് കൊച്ചി, തിരുവിതാംകൂർ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. അടുത്ത ചോദ്യം, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? വി.ടി. ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ നമുക്ക് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നോക്കാം. വി.ടി. ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 മാർച്ച് 26 മേഴത്തൂര്, പാലക്കാട് ജില്ലയിലാണ്. വി.ടി. ഭട്ടതിരിപ്പാട് എവിടെയാണ് ജനിച്ചത്? പാലക്കാട് ജില്ലയിലെ മേഴത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നാണ് 1896 മാർച്ച് 26 ജനിച്ചത്. പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്തമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ പൂർണ്ണനാമമാണ് വെള്ളിത്തിരുത്തി താഴത്തമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. അടുത്ത പോയിന്റ്, വി.ടി. പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം. ഇക്കാരണത്താൽ സമുദായം വി.ടിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. ഈ INC സമ്മേളനത്തിൽ പങ്കെടുത്തതുകൊണ്ട് സമുദായം ഇദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാം. വി.ടി. പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം. ഇക്കാരണത്താൽ സമുദായം വി.ടിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. അടുത്ത പോയിന്റ്, അദ്ദേഹം നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു. അദ്ദേഹം എന്താണ്? നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായിട്ടാണ് പ്രവർത്തിച്ചത്. അടുത്ത പോയിന്റ്, 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ വരെ യാചനയാത്ര നടത്തി. എന്തിനാണ്? നമ്പൂതിരി സമുദായത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പണം കണ്ടെത്താനാണ് യാചനയാത്ര നടത്തിയത്. എവിടെ മുതലാ? തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ വരെ. എന്നാ? 1931. ഒന്നുകൂടെ വായിക്കാം. 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ വരെ യാചനയാത്ര നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു യാചനയാത്ര? നമ്പൂതിരി സമുദായത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പണം കണ്ടെത്താനാണ്. അടുത്ത പോയിന്റ്, 1908 ജനുവരി 31 ആലുവയിൽ യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകി. അപ്പോൾ എന്നാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്? 1908 ജനുവരി 31. എവിടെയാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്? ആലുവയിലാണ്. ഒന്നുകൂടെ വായിക്കാം. 1908 ജനുവരി 31 ആലുവയിൽ യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ജനിച്ചത് എന്നാണ്? 1896 മാർച്ച് 26 മേഴത്തൂര്, പാലക്കാട് ജില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. അടുത്ത പോയിന്റ്, വി.ടി. പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം. ഇക്കാരണത്താൽ സമുദായം വി.ടിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. അടുത്ത പോയിന്റ്, അദ്ദേഹം നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു. അടുത്ത പോയിന്റ്, 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ വരെ യാചനയാത്ര നടത്തി. 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ വരെ യാചനയാത്ര നടത്തി. നമ്പൂതിരി സമുദായത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു യാചനയാത്ര. അടുത്ത പോയിന്റ്, 1908 ജനുവരി 31 ആലുവയിൽ യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകി. എന്നാണ്? 1908 ജനുവരി 31 ആലുവയിൽ യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകി. അപ്പോൾ അടുത്ത പോയിന്റ്,
നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉണ്ടായ നാടകത്രയമാണെന്ത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് 1929 രചിച്ചത്. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുത്തതാണ് MR ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. അടുത്തതാണ് MP ഭട്ടതിരിപ്പാട്, അതായത് പ്രേംജി എന്നറിയപ്പെടുന്ന ആളുടെ ഋതുമതി. അപ്പം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉണ്ടായ നാടകത്രയമാണെന്ത്? ഈ പറഞ്ഞ 3 VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MR ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, MP ഭട്ടതിരിപ്പാട് അതായത് പ്രേംജിയുടെ ഋതുമതി. പിന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥകളാണ് ഇതൊക്കെ: കണ്ണീരും കിനാവും, ദക്ഷിണയാനം, പിന്നെ കർമ്മവിഭാഗം. ഏതൊക്കെയാണ് ആത്മകഥകൾ? കണ്ണീരും കിനാവും, ദക്ഷിണായനം, കർമ്മവിഭാഗം. നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉണ്ടായ നാടകത്രയമാണ് ഏതൊക്കെ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഋതുമതി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1929 എഴുതിയത് VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം ആരാണ്? MR ഭട്ടതിരിപ്പാടാണ്. ഋതുമതി MP ഭട്ടതിരിപ്പാടാണ് എഴുതിയത്. അത് പ്രേംജി എന്നറിയപ്പെടുന്നു അദ്ദേഹം. പിന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥകളാണ് ഏതൊക്കെ? കണ്ണീരും കിനാവും, ദക്ഷിണായനം, കർമ്മവിഭാഗം. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരുന്നു? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം എന്നാണ്? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം എന്നാണ്? 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത്. ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയാം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മലയാളി മെമ്മോറിയൽ എന്താണ്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അടുത്ത പോയിന്റ്: തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ മലയാളികൾക്ക് നിയമനം നൽകാൻ ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ മലയാളികൾക്ക് നിയമനം നൽകാൻ ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. അടുത്ത പോയിന്റ്: തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഒന്നുകൂടെ വായിക്കാം. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1891 ജാനുവരി 1. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എന്നാണ് 1891 ജാനുവരി 1. അടുത്ത പോയിന്റ്: മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം എന്താണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമാണ് തിരുവിതാംകൂറുകാർക്ക്. അടുത്ത പോയിന്റ്: തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചു മലയാളി മെമ്മോറിയൽ. പിന്നെ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ മലയാളികൾക്ക് നിയമനം നൽകാൻ ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അടുത്ത പോയിന്റ്: മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതെന്നാണ്? 1891 ജാനുവരി 1. 1891 ജാനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം എന്താണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത്. അപ്പോൾ ഈ മലയാളി മെമ്മോറിയൽ ആകെ എത്ര പേരാണ് ഒപ്പുവെച്ചതെന്നറിയോ? 1028 പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത്. KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ്? KP കേശവമേനോൻ്റെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? T രാമറാവു ആയിരുന്നു. T രാമറാവു. KP കേശവമേനോൻ്റെ നേതൃത്വത്തിലാണ് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ T രാമറാവു ആണ്. ഇനി മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലിനെ പറ്റി CV രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഭാഷി. അപ്പം മലയാളി മെമ്മോറിയലിനെ പറ്റി CV രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് ഇത്? മിതഭാഷി. മെമ്മോറിയലിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. മെമ്മോറിയലിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? GP പിള്ളയാണ്.
അടുത്ത പോയിന്റ്, നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാണ് ആര്? എർലി നോർട്ടൺ. നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാണ് ആര്? നോർട്ടൺ. അടുത്ത പോയിന്റ്, 2016 മലയാളി മെമ്മോറിയലിൻ്റെ 125-ാം വാർഷികം ആഘോഷിക്കപ്പെട്ടു. അപ്പോൾ 2016 മലയാളി മെമ്മോറിയലിൻ്റെ 125-ാം വാർഷികം ആഘോഷിക്കപ്പെട്ടത്. അടുത്ത പോയിന്റ്, മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചവരാണ്. ഒന്നാമതായിട്ട് ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ. KP ശങ്കരമേനോൻ്റെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്നാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോനാണ്. രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? GP പിള്ളയാണ്. രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത് ഇതിൻ്റെ ബുദ്ധികേന്ദ്രമായ ബാരിസ്റ്റർ GP പിള്ളയാണ്. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. അപ്പോൾ ഒന്നാമത് KP ശങ്കരമേനോൻ, രണ്ടാമത് GP പിള്ള, മൂന്നാമതാരാണ്? ഡോക്ടർ പൽപ്പു. അപ്പോൾ ആകെ ഒപ്പുവെച്ചവർ 1028 പേരാണ്. KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിലാണ്. ആരുടെ നേതൃത്വത്തിലാണ്? KP കേശവമേനോൻ്റെ നേതൃത്വത്തിലാണ്. സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ T രാമറാവു ആണ്. പിന്നെ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. മെമ്മോറിയലിനെ പറ്റി CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് ഏത്? മിതഭാഷി. മെമ്മോറിയലിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. മെമ്മോറിയലിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? GP പിള്ളയാണ്. നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ ആരാണ്? എർലി നോർട്ടൺ ആണ്. നോർട്ടൺ ആണ് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ. അടുത്ത പോയിന്റ്, 2016 മലയാളി മെമ്മോറിയലിൻ്റെ എത്രാമത്തെ? 125-ാമത്തെ വാർഷികം ആഘോഷിക്കപ്പെട്ടത്. അടുത്ത പോയിന്റ്, മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചവരാണ് ആരൊക്കെ? ഒന്നാമതായിട്ട് ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ, രണ്ടാമത് GP പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു. ബാക്കി റിലേറ്റഡ് ഫാക്ട്സ് അടുത്ത ക്ലാസ്സിലിടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക്